വികസന രംഗത്ത് കേരളത്തെ മറ്റ് സംസ്ഥാനങ്ങൾ മാതൃകയാക്കുകയാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ കോതമംഗലത്ത് പറഞ്ഞു. LDF തിരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ജനങ്ങൾ ഭരണ തുടർച്ച ആഗ്രഹിക്കുന്നുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തതോടെ UDF ക്യാമ്പിൽ പരാജയഭീതി ഉണ്ടായിരിക്കുകയാണെന്നും അതാണ് ഒരു വനിതയ്ക്കെതിരെ പോലും സഭ്യമല്ലാത്ത ഭാഷ നേതാക്കൾ തന്നെ ഉപയോഗിക്കുന്നതെന്നും പറഞ്ഞ മുഖ്യമന്ത്രി പിണറായി വിജയൻ മനുഷ്യ വന്യജീവി സംഘർഷം സംബന്ധിച്ച് LDF സർക്കാരിന് കൃത്യമായ നിലപാടുണ്ടെന്നും മനുഷ്യപക്ഷത്താണ് സർക്കാർ നിൽക്കുന്നതെന്നും കൂട്ടിച്ചേർത്തു. എന്നാൽ കോൺഗ്രസ് സർക്കാർ കൊണ്ടുവന്ന വന്യജീവി നിയമത്തിൽ ഭേദഗതി വരുത്താൻ BJP നയിക്കുന്ന കേന്ദ്ര സർക്കാർ തയ്യാറാകാത്തതാണ് ഇപ്പോഴത്തെ പ്രശ്നങ്ങൾക്ക് കാരണമെന്നും അദ്ദേഹം പറഞ്ഞു. ആർക്കാണ് പ്രാധാന്യം? പന്നിക്കോ മനുഷ്യനോ? പന്നിക്കോ കാർഷിക വിളകൾക്കോ? വന്യമൃഗത്തിനോ മനുഷ്യനോ? വന്യമൃഗത്തിനോ കാർഷിക വിളകൾക്കോ? ഞങ്ങൾക്കതിൽ സംശയമില്ല. പക്ഷേ ഞങ്ങൾക്ക് മാത്രമായി, അതായത് സംസ്ഥാന ഗവൺമെൻറ് മാത്രമായി നിലപാടെടുക്കാൻ കഴിയില്ല. അതാണ് പ്രശ്നം. നിയമം, ആ നിയമത്തിന് വിധേയമായ കാര്യങ്ങൾ നിർവഹിക്കാനാവും. ഇവിടെ എടുക്കാൻ കഴിയില്ല. അതാണ് പ്രശ്നം. നിയമം, ആ നിയമത്തിന് വിധേയമായ കാര്യങ്ങൾ നിർവഹിക്കാനാവും. തിരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ PT ബെന്നി യോഗത്തിൽ അധ്യക്ഷനായി. സ്ഥാനാർത്ഥി ആന്റണി ജോൺ MLA, CPM ജില്ലാ സെക്രട്ടറി S സതീഷ്, CPI ജില്ലാ ആക്ടിംഗ് സെക്രട്ടറി EK ശിവൻ, മുൻ MP ജോയ്സ് ജോർജ്, മുൻ MLAമാരായ ജോണി നെല്ലൂർ, MV മാണി, മുൻ കേരള ബാങ്ക് ചെയർമാൻ ഗോപി കോട്ടമുറിക്കൽ, CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ R അനിൽകുമാർ, ഷാജി മുഹമ്മദ്, ഏരിയ കമ്മിറ്റി സെക്രട്ടറിമാരായ KA ജോയ്, AA അൻഷാദ്, കോൺഗ്രസ് S ജില്ലാ പ്രസിഡന്റ് അനിൽ കാഞ്ഞിലി, CPI സംസ്ഥാന കമ്മിറ്റി അംഗം PK രാജേഷ്, കേരള കോൺഗ്രസ് സംസ്ഥാന സ്റ്റിയറിംഗ് കമ്മിറ്റി അംഗം റോണി മാത്യു, ഇന്ത്യൻ സോഷ്യലിസ്റ്റ് ജനതാദൾ ജില്ലാ വൈസ് പ്രസിഡന്റ് മനോജ് ഗോപി, NCPS നിയോജക മണ്ഡലം പ്രസിഡന്റ് തോമസ് തോമ്പ്രയിൽ, LDF നേതാക്കളായ അഡ്വക്കേറ്റ് ജോസ് വർഗീസ്, ഷാജി പീച്ചക്കര, ബേബി പൗലോസ്, സാജൻ അമ്പാട്ട് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ഡെസ്ക് KCB ന്യൂസ്.